Hello everyone, welcome to yet another episode of V&S Coding Labs, Learning by Sharing. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വേരിയബിൾസ് ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. വേരിയബിൾ എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇൻറ്റ് ഏജ് ഈക്വൽ ടു 7, അതിൽ ഏജ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന വേരിയബിൾ. ഇൻറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഇൻറ്റീജർ എന്നാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്. ഇൻറ്റീജറായ 7 എന്ന വാല്യൂ ഏജിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അത് മെമ്മറി ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. മെമ്മറി ലൊക്കേഷൻ ഇപ്പോൾ 1000 എന്നൊക്കെ പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അത് 1000 എന്ന് പറഞ്ഞ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറഞ്ഞാൽ വളരെ പാടാണ്. അപ്പോൾ ഏജ് എന്ന് പറഞ്ഞ പേര് വെച്ചാണ് നമ്മൾ ഇതിനെ ആക്സസ് ചെയ്യുന്നത്. അതാണ് വേരിയബിളിൻ്റെ യൂസ്. ഇവിടെ നമ്മൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഡാറ്റ ടൈപ്പ് മെയിൻലി 3 തരമുണ്ട്: പ്രൈമറി, ഡിറൈവ്ഡ്, യൂസർ ഡിഫൈൻ ടൈപ്പ്. പ്രൈമറി ഡാറ്റ ടൈപ്പാണ് നമ്മളവിടെ യൂസ് ചെയ്ത ഇൻറ്റീജർ എന്ന് പറയുന്നത്. അതേപോലെ ഉള്ള ഒരു ഡിവിഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത്, പല ടൈപ്പ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീടുള്ള ട്യൂട്ടോറിയലിൽ കാണും. ഇനി നമുക്ക് മെമ്മറി ലൊക്കേഷനെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. അതിൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഒരു മെമ്മറി ലൊക്കേഷനിൽ എങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്. ഇനി നമ്മൾക്ക് വേരിയബിൾ നെയിം കൊടുക്കുന്നതിന് റൂൾസുകൾ നോക്കാം. അതിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ A to Z, സ്മോൾ A to Z, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സിലാണെങ്കിൽ അണ്ടർസ്കോർ ഒക്കെയാണ്. ഇതൊക്കെ ഒരു വാലിഡ് വേരിയബിൾ നെയിംസിൻ്റെ എക്സാമ്പിളുകളാണ്. ഇനി ഇവിടെ സ്നേക്ക് കേസ്, പാസ്കൽ കേസ്, ക്യാമൽ കേസ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്നേക്ക് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ അണ്ടർസ്കോർ ഉപയോഗിക്കുന്നു. ഇനി പാസ്കൽ കേസിംഗ് ആണെങ്കിൽ ഓരോ വാക്കിൻ്റെയും ക്യാപിറ്റലിൽ തുടങ്ങുന്നു. ഇനി ക്യാമൽ കേസിംഗ് ആണെങ്കിൽ ആദ്യത്തെ വാക്ക് മാത്രം സ്മോൾ ലെറ്റർ അല്ല, അങ്ങനെ. ഇനി ഇൻവാലിഡ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പുകളുണ്ട്. അതായത് നമ്പർ വെച്ച് നമുക്ക് ഒരിക്കലും വേരിയബിൾ നെയിം തുടങ്ങാൻ പാടില്ല, വേരിയബിൾ നെയിമിൻ്റെ ഇടയ്ക്ക് സ്പേസ് പാടില്ല, പിന്നെ റിസർവ്ഡ് വേർഡ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. സോ നമുക്കിനി ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പ്രോഗ്രാമായിട്ട് ചെയ്ത് നോക്കാം. സോ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിൻ്റെ നമ്മൾ ഡെഫിനേഷൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. ഈ നമുക്ക് വേണ്ട ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്പ് പറയണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ വേരിയബിളിൻ്റെ പേര്, അതിന് ഐഡൻറ്റിഫയർ എന്നും പറയപ്പെടും. ഈക്വൽ ടു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെയാണ് നമ്മൾ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ കണ്ട പോലെ ഇൻറ്റീജർ ടൈപ്പ് തന്നെ നമുക്കിവിടെ വേരിയബിളായിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. സോ ഇവിടെ ഇൻറ്റ് ഐ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻറ്റീജർ ടൈപ്പ് ആണ്, ഡാറ്റ ടൈപ്പ് ആണെന്ന് വേരിയബിളിൻ്റെ പേരിൽ ഞാൻ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇനി വേരിയബിളെ ഞാൻ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ഒരുമിച്ചുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇൻറ്റ് ഐ സെക്കൻഡ് വേരിയബിൾ, അടുത്തൊരു വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്, കൂടത്തിൽ ഞാൻ അതിനെ ഇനീഷ്യലൈസും ചെയ്യാണ്. ഇതേപോലൊരു എക്സാമ്പിളാണ് നമ്മൾ അവിടെ കണ്ടിരുന്നത്. ഇനി നമ്മൾ ഇതിനെ ഔട്ട്പുട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് നമ്മൾ ഇതിനെ എങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കുകയാണ്. സോ പ്രിൻറ്റിങ് വാല്യൂ ഡാറ്റ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ട് ഞാൻ ഈ സെക്കൻഡ് വേരിയബിളിനെ അങ്ങ് പ്രിൻറ്റ് ചെയ്യുകയാണ്. സോ നമ്മളിപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. ഈ പ്രോഗ്രാം ബിൽഡ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമ്മൾ കൊടുത്ത ഈ 7 എന്ന് പറഞ്ഞ വാല്യൂ, വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കണ്ടോ അൺറെഫറൻസ്ഡ് വേരിയബിൾ. ഇതൊരു വാർണിംഗ് ആണ് കേട്ടോ. ഞാൻ ഐ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് അൺറെഫറൻസ്ഡ് ആയിട്ട് പറയുന്നത്. സോ ബിൽഡായി റണ്ണായിരിക്കുകയാണ്. പ്രിൻറ്റിങ് ദ വേരിയബിൾ ഡാറ്റ 7. സോ സക്സസ്ഫുള്ളി നമ്മൾ ചെയ്തിരിക്കുകയാണ്. Thank you for watching my video. Please do subscribe, like, share and comment about my videos. Thank you.